ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് വാളൻപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. അതിനായിട്ട് ഇനി എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു 15 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇത്രയും സാധനങ്ങൾ. ഈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്നെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പുളിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നതിന് നമുക്ക് മൺചട്ടിയാണ് എപ്പോഴും നല്ലത്. ചില സ്ഥലങ്ങളിൽ പുളിയിഞ്ചി എന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ഒത്തിരി മധുരമില്ലാത്തതാണ് ഞങ്ങൾക്കിഷ്ടം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടിയൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇഞ്ചിക്കറിയിൽ ചേർക്കാനാണ്. നന്നായി വറുത്തിട്ട് തന്നെയാണ് ഈ പൊടികൾ ഇടേണ്ടത്. എന്നാലാണ് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ഇതിനോടൊപ്പം ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്ത് വരട്ടെ. ഇഞ്ചിക്കറി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയും മുളകും വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി നല്ല പാകമായി വന്നിട്ടുണ്ട്.
ഉപ്പും മധുരവും ഒക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കിടിലൻ ഇഞ്ചിക്കറിയാണ് കേട്ടോ.